ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്നുള്ളത് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകും, ഹൗ ടു ഹീൽ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സ് എങ്ങനെ ശാന്തമാക്കാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന വേദനകൾക്കും മുറിവുകൾക്കും മറ്റുള്ളവർക്ക് കാണാം. അതിന് ഒരുപക്ഷെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമ്മൾ അതിന് സൊല്യൂഷൻ കാണാറുണ്ട്. എന്നാൽ അതിനും അഗാധമായിട്ടുള്ളതാണ് നമ്മുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ. പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടാകാം. കുട്ടിക്കാലം മുതൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും, മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന അവഗണനകളും, അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ, കൂട്ടുകാരിൽ നിന്നുണ്ടാകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമ്മളെ ചതിച്ചിട്ടുള്ളത്, നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടാതിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുറിവുകൾ നമ്മളിൽ ഉണ്ടായിരിക്കും. ഈ മുറിവുകളിൽ നമ്മൾ കിടന്നാൽ ഒരിക്കലും നമ്മുടെ ഓരോ ദിവസവും മനോഹരമാകില്ല. നമ്മൾക്കറിയാം നമ്മുടെ ഓരോ ദിവസവും മനോഹരമാകണം എന്നുള്ളതാണ്. പക്ഷേ ഈ മുറിവുകൾ നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാകില്ലായിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിലേറ്റ ആ മുറിവുകൾ സൗഖ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ട എങ്ങനെ നമ്മളുടെ മനസ്സ് ഹീൽ ചെയ്യാം, സുഖപ്പെടുത്താം, അതിനുള്ള 8 സൊല്യൂഷൻസാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല, ഗ്രാജുവലായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റൊരു ദിവസം കൊണ്ട് നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ മാറത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിക്കാലം മുതലുണ്ടായ ഓരോ കാര്യങ്ങൾ ആണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഹീലാവുകയില്ല. അത് ഗ്രാജുവലായിട്ടുള്ള, അതിന് നിരന്തരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആവശ്യമാണ്. ഈ കാര്യം ഒറ്റ ദിവസം കൊണ്ട് ചെയ്താൽ ശരിയാവത്തില്ല. തുടർച്ചയായി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ സുഖപ്പെടുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം അക്സെപ്റ്റ് വാട്ട് യു ഫീൽ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മനസ്സിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഇമോഷൻസിനെ നമ്മൾ ഒരിക്കലും സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് സാരമില്ല. നമ്മളോട് തന്നെ ക്ഷമിക്കുക. സാരമില്ല, ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഇമോഷൻ ഉണ്ടായത്. അതുകൊണ്ട് അതിലെനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നാച്ചുറൽ, ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ. അതായത് എനിക്ക് മാത്രമായിരിക്കില്ല ഇങ്ങനെയുള്ള അവസ്ഥ. ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ ഈ അവസ്ഥകളിൽ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഓക്കെ എന്ന് പറയുക. നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക, ഇറ്റ് ഈസ് ഓക്കെ. ഈ ഒരു ഫീലിംഗ് വളരെ ഓക്കെയാണ്, വളരെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇമോഷൻസ്. അതായത് ഇങ്ങനെയുള്ള ഹേർട്ടാകുക എന്നുള്ളത്. നമ്മൾ ഹേർട്ടായെങ്കിൽ മാത്രമേ, എന്തെങ്കിലും വേദനകൾ സംഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. നമ്മൾക്ക് വളരാനുള്ള ഒരു വലിയ അനുഭവമാണ് ഈ ഒരു മുറിവ് എന്ന് പറയുന്നത്. എപ്പോഴും സുഖം മാത്രം ഇരുന്നാൽ നമുക്കൊരിക്കലും ഒരു നല്ലൊരു വളർച്ച ഉണ്ടാകുകയില്ല. അപ്പം ചെടികളൊക്കെ ആയാലും അതിൽ നന്നായിട്ട് വളരണമെങ്കിൽ അതിൻ്റെ മുകുളങ്ങൾ നുള്ളത്തില്ലേ, അതുപോലെ അതായത് കായ്ക്കാനും പൂക്കാനും ഒക്കെ വേണ്ടി അതിന് പ്രൂൺ ചെയ്യുക എന്ന് പറയത്തില്ലേ. പ്രൂൺ ചെയ്യുമ്പോൾ ഒരുപാട് നന്നായിട്ട് ഫലങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവുകൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനുള്ള മുറിവുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അത് നമ്മൾ ഓക്കെ, ദിസ് ഫീലിംഗ് ഈസ് ഓക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അക്സെപ്റ്റ് വാട്ട് യു ഫീൽ എന്നുള്ളതാണ്. രണ്ടാമത് ക്രിയേറ്റ് ക്വയറ്റ് ടൈം ഡെയിലി. അതായത് എല്ലാ ദിവസവും ഒരു ശാന്തമായി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഇരിക്കാൻ സാധിക്കണം. ഇന്നത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹറിബറിയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ട് വരുന്നു, ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഫോണ് ഫുൾ ടൈം ഫോണും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ശാന്തമായി കുറച്ച് സമയം ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ ഒരു ഹാബിറ്റ് മാറ്റിയിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും കുറഞ്ഞത്
നമ്മളൊന്ന് ശാന്തമായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാനും സമയം കണ്ടെത്തുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൈൻഡിന് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ഒരു ഡീപ്പ് ബ്രെത്തൊക്കെ എടുത്ത് ശ്വാസോച്ഛ്വാസമൊക്കെ നടത്തി നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ, അത് നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഊർജം തരുന്നതാണ്. നമ്മൾ അല്പസമയം ശാന്തമായി നമുക്ക് പറ്റുന്ന ഒരു സമയം, ഒന്നുകിൽ രാവിലെ ആയിരിക്കാം അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും, ഇനിയും നമ്മൾ ഏതെങ്കിലും നല്ല പള്ളികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിലോ അമ്പലങ്ങളിലോ ഒക്കെ നമുക്ക് കുറച്ച് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോയി ഒന്ന് ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമതായി എഴുതുക എന്നുള്ളത്. നമുക്കറിയാം, ഡയറി എഴുതുക, ജേണൽ എഴുതുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സങ്കടങ്ങൾ എന്താണ്, നമ്മുടെ ഭയങ്ങൾ എന്താണ്, നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് ഒരു ജേണലിംഗ് ആയിട്ട് എഴുതാം. അതായത് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും എല്ലാ ദിവസവും നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഒരാഴ്ചയിൽ 1-2 തവണയെങ്കിലും നമ്മൾ ഈ ഒരു ജേണൽ ഗ്രാറ്റിറ്റ്യൂഡ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് എഴുതുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ ക്ലിയർ ആവും. നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരുപാട് ഒരു ആശ്വാസം കിട്ടും, ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ട് എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷൻസും ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു കാര്യം എങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്താണ്, നമ്മൾ ഒന്ന് എഴുതുക, ഒന്ന് ശാന്തമായിട്ടൊന്ന് ഇരുന്നിട്ട് നമ്മൾ എഴുതുക. എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, ഇതിനെന്താണ് പരിഹാരം, നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു മെൻ്റൽ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും പരാതിപ്പെടും. പക്ഷെ നമ്മൾ കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അപ്പോൾ നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു ഫ്രഷ് എയർ കിട്ടുന്നത്, വെള്ളം കുടിക്കാൻ പറ്റുന്നത്, നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പറ്റുന്നത്, ഭക്ഷണം കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആലോചിക്കാം. നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ കിട്ടിയ കാര്യത്തെക്കുറിച്ച് നന്ദിയുള്ളവരാകും. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര റിലാക്സ് ആവും. അപ്പോൾ തന്നെ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ്. നാലാമതായി നമ്മുടെ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നറിഷ് യുവർ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാം. അതായത് നമ്മൾ നമ്മളെ തന്നെ പാമ്പർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സ്കിൻ കെയർ ഒക്കെ ചെയ്യുക, നല്ലോണം ഉറങ്ങുക. എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് നമ്മളുടെ അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ബോഡിക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ ബോഡി നല്ല ആകുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നന്നായിരിക്കും. അപ്പോൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തും ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് രോഗിയാവാനും അത് മുഖാന്തരം വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ എഫേർട്ട് ഇട്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരാണ് നമ്മളെ സ്നേഹിക്കുന്നത്? ആരും നമ്മളെ സ്നേഹിക്കുന്നതോളം സ്നേഹിക്കില്ല. അപ്പോൾ നമ്മളാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് എങ്കിലും നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. എന്നെങ്കിൽ മാത്രമേ നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് കെയർ, നമ്മളുടെ ആരോഗ്യം നോക്കുക, നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അഞ്ചാമതായി സ്റ്റേ കണക്റ്റഡ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കരുത് നമ്മൾ അനുഭവിക്കുന്ന സങ്കടം നമ്മുടെ മാത്രമാണ്, ഞാൻ മാത്രമാണ് ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മളെക്കാട്ടിലും സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക. നമ്മളുടെ ഒരു വിഷമമുണ്ട് എങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരോടെങ്കിലും നമ്മളൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഇങ്ങനെയൊരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് തെറാപ്പികൾ എടുക്കാം. ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ആരോടെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ആരോടെങ്കിലും നമ്മൾ നമ്മുടെ വിഷമങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഒരു റിലീഫ് കിട്ടും. ഒരു പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അങ്ങനെ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഏതെങ്കിലും കാര്യങ്ങൾ ജേർണലിങ് ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ വിഷമങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് അത് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. നമുക്ക് അത് മെൻ്റലി നമുക്ക് ഒരുപാട് റിലീഫ് തരുന്നതാണ്. നമ്മുടെ മനസ്സിന് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. ആറാമതായി നമുക്ക് പ്രെയർ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ളത്. നമ്മൾക്കറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. നമ്മളെക്കാളിലും പവർഫുള്ളായിട്ടുള്ള ഈ ഒരു ലോകം മുഴുവനും ഒരു അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. ആ ഒരു അദൃശ്യമായ ശക്തിയുടെ കൺട്രോളിലാണ് ഈ ലോകത്തിൽ മൊത്തം. ആ ഒരു കൺട്രോളിലാണ് നമ്മൾ. അപ്പോൾ ആ ഒരു കൺട്രോൾ അറിയാതെ, ആ ഒരു പവർ അറിയാതെ, ആ ഒരു ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഒരു ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ദൈവം അറിയാതെ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം അറിയാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ്, ഭയങ്കര ഒരു ആശ്വാസമാണ്. എന്ത് വന്നാലും നടന്നതെല്ലാം നല്ലതിന് നടന്നതെല്ലാം നല്ലതിന്, നടക്കുന്നതും നല്ലത്, കൊണ്ടിരിക്കുന്നതും നല്ലത്, എല്ലാം ഓൾ ഈസ് വെൽ. കാരണം എന്താണ്? ഒരു ദൈവമുണ്ട്. ആ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വിഷമങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ, കരകയറാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രെയറും മെഡിറ്റേഷനൊക്കെ ചെയ്യാം. ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ പ്രയേഴ്സ് ഉണ്ടാവും, മെഡിറ്റേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് നമ്മളുടെ ഒരു വിഷമങ്ങളെ അതിജീവിക്കാൻ, നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സാണ് ഈ പ്രയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ മനസ്സിൻ്റെ വേദനകളെയും മുറിവുകളെയും ഉണക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രയർ എന്ന് പറയുന്നത്. ഏഴാമതായി, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ ദയുള്ളവരായിരിക്കാം. അതായത് മറ്റുള്ള ആരും നമ്മളോട് കാണിക്കത്തില്ല. നമ്മളോട് തന്നെ ക്ഷമിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട. അവർ കാരണമാണ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ വേറൊരാൾ ഒന്നും വേണ്ട. നമ്മളോട് ക്ഷമിക്കുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. സാരമില്ല, ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ എന്ന് നമ്മളോട് തന്നെ പറയാം. നമ്മൾ തന്നെ ഞാൻ കാരണം ഇതാണ് ചെയ്തത്, ഐ ആം വീക്ക് എന്നൊക്കെ പറയാതെ ഐ ആം ഹെൽത്തി, ഐ ആം ഓക്കെ, ഐ ആം ലവബിൾ എന്ന് തന്നെ നമ്മളോട് തന്നെ പറയുക. നല്ല അഫർമേഷൻസ് നമ്മളോട് തന്നെ പറയുക. ഐ ആം ഓക്കെ, ഞാൻ നല്ലതാണ്, എനിക്ക് സന്തോഷമാണ്, ഞാൻ ഒരിക്കലും വീക്കൊന്നുമല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും. ഒക്കെ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്കതിനുള്ള കേപ്പബിൾ ഉണ്ട്. വി ആർ പവർഫുൾ. നമ്മൾ പവർഫുള്ളാണ്. നമ്മൾ ഒരിക്കലും അടിമപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളൊരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക ഒന്നും ചെയ്യാതെ ബി കൈൻഡ്. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നാച്ചുറൽ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഐ ആം പവർഫുൾ, ഐ ആം ഹീലിംഗ്, ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഐ ആം ഹീലിംഗ്. അന്ന് നമ്മളോട് പറയാം, ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സുഖപ്പെടും, ഞാൻ ഹെൽത്തി ആവും, ഐ ആം ഹെൽത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് തന്നെ ബി കൈൻഡ് ടു യുവർ സെൽഫ്. എട്ടാമതായി, സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. നമ്മൾ പ്രകൃതിയോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രകൃതി എല്ലാ ദുഃഖങ്ങൾക്കും ഒരാശ്വാസമാണ്. ഈ പ്രകൃതി, അതായത് നമ്മളൊന്ന് പുറത്തിറങ്ങി നല്ല ഒരു പ്രഭാതം കാണുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് കാണുക, നല്ല ക്ലൗഡ്സിനെയൊക്കെ കാണുക, ഒന്ന് നടക്കാൻ പോവുക, നമ്മുടെ പുറത്തിറങ്ങി ചുറ്റും ഒന്ന് കാണുക. ചുറ്റും എന്ത് മനോഹരമായ ഒരു പ്രകൃതിയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ എന്ത് നിസ്സാരമാണ്, എത്ര വലിയ ക്യാൻവാസാണ്. ഒരു കലാകാരന്മാർക്കും വരയ്ക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. ഒരു ക്യാൻവാസിലും നിറയ്ക്കാൻ പറ്റില്ല. അത്ര മനോഹരമായ ഒരു പ്രകൃതി നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ നമ്മളുടെ ഒരു സങ്കടങ്ങൾക്ക് വലിയൊരു റിലീഫ് ഉണ്ടാകും. നമ്മൾ ബേഡ്സിനെയും
പക്ഷികളെയും കിളികളെയും ഒക്കെ ഒന്ന് നോക്കുക. എന്ത് മനോഹരമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലും അത് വളരെ ഒരു സൊല്യൂഷനാണ്. നമുക്കൊന്ന് ഹീൽ ചെയ്യാൻ, നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകാൻ അതിലൂടെ സാധിക്കും. പക്ഷേ എന്നും പറഞ്ഞ് നമ്മുടെ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും അല്ല. ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമാണ്, ചില ദിവസം നല്ലതാണ്. എല്ലാം ഓക്കെയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. യു ആർ നോട്ട് ബ്രോക്കൺ, യു ആർ ബിക്കമിങ് ഓൾ എഗെയിൻ. നമ്മൾ സമ്പൂർണ്ണമാവുകയാണ്. നമ്മൾ ഈ വീണടത്ത് കിടക്കുകയല്ല, നമ്മൾ ഈ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത്, നമ്മളൊന്ന് മുറിഞ്ഞിരിക്കുന്നത് നമ്മൾ തളരാൻ വേണ്ടിയല്ല, ഒന്ന് സമ്പൂർണ്ണമാകാൻ വേണ്ടിയാണ്. നമ്മളുടെ ഒരു വളർച്ചയുടെ ഒരു സമ്പൂർണ്ണതയുടെ ആവശ്യമാണ് നമ്മുടെ ഈ തകർച്ചകളും നമ്മുടെ വേദനകളും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ മുറിവുകൾ നമ്മൾക്ക് ഉണക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കും.